എന്റെ ചേച്ചിയെ ഞാനിത് കുറച്ചു ദിവസമായി കാണുന്നു. അതല്ലേ ചേച്ചിയെ ഞാൻ അങ്ങോട്ട് വിട്ടത്. ഇപ്പൊ ചേച്ചിക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ? എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനുകൂടി നീ ഉത്തരം തന്നേ പറ്റൂ. ചേച്ചി ചോദിക്കേ. വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും എന്റെ ജനറൽ നോളജ് വെച്ച് ഞാൻ ഉത്തരം പറയാം. എടി, ആദ്യം അവളുടെ പുറകെ നടക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ ഞാൻ സമ്മതിക്കാം. പക്ഷെ തുളസിക്ക് അവനോട് അങ്ങനെ ഒരു അടുപ്പമുള്ളതായി ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അതാണ് ചേച്ചി തുളസി. അവള് പിടി തരില്ല. നമ്മളെയൊക്കെ കടത്തി വെട്ടുന്ന തന്ത്രക്കാരിയാ അവള്. ആദിമോൻ കെട്ടിയ താലിയുമായി അവന്റെ കയ്യും പിടിച്ച് ഈ പടി ചവിട്ടിക്കേറി വരും വരെ തുളസി ആർക്കും പിടികൊടുക്കില്ല. ഏയ്, അവളുടെ അച്ഛനും അമ്മയും അറിയാതെ അവൾ ഒന്നും ചെയ്യില്ല. അവരുടെ അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിലേ തുളസി ഒരു കല്യാണത്തിന് പോലും എടുത്തു ചാടും. പ്രിയയുടെയും ജയശീലന്റെയും പണ്ടേയുള്ള ആഗ്രഹം തുളസി ആദ്യം ഒന്നിക്കണമെന്നല്ലേ ചേച്ചി? അതിനർത്ഥം അവരുടെ മൗനാനുവാദം തുളസിക്ക് എപ്പോഴും ഉണ്ടെന്ന് തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് അവർക്കും പ്രസാദ് സാറിനും ഒക്കെ എല്ലാം അറിയാന്ന് തന്നെയാ. എല്ലാരും കൂടി ദുർഗേച്ചിയെ മണ്ടിയാക്കുക. അവസാനം പെണ്ണും ചെറുക്കനും കൂടി രഹസ്യമായി കല്യാണം കഴിച്ചു എന്നൊരു നാടകം കൂടി കളിച്ച ദുർഗേച്ചിക്ക് പിന്നെ വഴങ്ങി കൊടുത്തല്ലേ പറ്റൂ. അതായിരിക്കണം അവരുടെ പ്ലാൻ. ആലോചിച്ചിട്ട് തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുക. പ്രസാദേട്ടനെ കൊണ്ട് സത്യം പറയിപ്പിക്കാന്ന് വെച്ചാ അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. അത് ഇന്നല്ലല്ലോ, നാളെ പോകുന്നല്ലേ ചേച്ചി പറഞ്ഞത്. നാളത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആവുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ട്രെയിനിൽ പോവാന്നാ പ്രസാദേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ചേച്ചി ടെൻഷൻ ആവണ്ട. സാറ് പോയിട്ട് വരട്ടെ. അദ്ദേഹം എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരൂ. അതെ, അതിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുന്ന എന്റെ പേടി. ഒന്നും കൈവിട്ടു പോവില്ല ചേച്ചി. പ്രസാദ് സാറ് സ്ഥലത്തില്ലാത്ത ഒരാഴ്ച കാലം കൊണ്ട് നമ്മള് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി എടുക്കും. എങ്ങനെ? അതാലോചിക്കണം ചേച്ചി. രക്ഷകൻ സ്ഥലത്തില്ലാത്ത സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ചേച്ചി തന്നെ ആലോചിക്കണം. അമ്മ നിനക്കുള്ള പിറന്നാൾ ഡ്രസ്സ് തക്കിയായിരുന്നു. അച്ഛൻ മോൾക്ക് എന്ത് സമ്മാനം തരണ്ടേ? അച്ഛൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പപ്പ വാങ്ങിച്ചിരുന്നുണ്ടല്ലോ, അത് മതി. പിറന്നാളിന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അച്ഛൻ കാര്യമായിട്ട് ചോദിച്ചല്ലേ? നിനക്ക് ആഗ്രഹമുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞു. അതെ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമല്ലേ എന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത്. എനിക്കിത് മതി. വേറൊരു ആഗ്രഹവും ഈ തുളസിക്കില്ല. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും സമ്മാനം കൊണ്ടുവന്ന് തരുന്നത് ഒരു സുഖം. ഇത്തവണ ഞാനൊരു സ്പെഷ്യൽ സമ്മാനം ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അതാരാ? ദുർഗാമ്മയാണോ? അല്ല, അവരെ നീ ഇങ്ങോട്ട് വരുത്തുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അവരെ ഞാൻ വരുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. എന്നാലേ ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് ആരുടേതാണെന്ന്? പറ. ആദിയുടെ. അവൻ എന്തായാലും ഇത്തവണ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നിനക്ക് സമ്മാനിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതെന്താ? അവൻ ഇവിടെ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചോണ്ടാണോ? ചിലപ്പോ അതിന്റെ നന്ദി അവൻ കാണിച്ചേക്കും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് അതൊന്നുമല്ല. അതൊരു മഹാത്മാവിന്റെ ഗിഫ്റ്റാ. ഈ പിറന്നാളിനറിയാം ഞാൻ മനസ്സിൽ കരുതുന്ന ദൈവം അത് തന്നെയാണോന്ന്. ആരാന്ന് ഞങ്ങളോടും കൂടി ഒന്ന് പറമോളെ. അതറിയുന്നത് വരെ അമ്മയ്ക്ക് ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ആണോ? അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല, പക്ഷെ ഇപ്പൊ പറയില്ല. ചിലപ്പോ ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാണം കിടില്ലേ. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. എന്തിനു വേറെ
ഇതായിരിക്കട്ടെ. അച്ഛൻ മോന് സ്നേഹപൂർവ്വം അയച്ചതല്ലേ? ഈ ബർത്ത്ഡേക്ക് ആദ്യത്തെ ഗിഫ്റ്റായി ഇത് തന്നെ അവന്റെ കയ്യിൽ കിട്ടണം. ഇതെന്തൊരു മാജിക്! ഞാനിത് ആദ്യയുടെ വീട്ടിൽ കൊണ്ടുവച്ച അതേ ബോക്സ് ആണല്ലോ. ഇത് ഞാൻ തുളസിയുടെ വീട്ടിൽ കൊണ്ടുവച്ച അതേ ഗിഫ്റ്റ് ആണല്ലോ. ഫോർ മൈ ഡിയറസ്റ്റ് ആദിമോൻ. ഫോർ മൈ ഡിയറസ്റ്റ് തുളസിമോൾ. സ്വന്തം കുഞ്ഞിന്റെ സ്നേഹം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടല്ലോ. അതിൽ നമുക്കും അഭിമാനിക്കാൻ പ്രിയേ. തുളസിയെ നമ്മൾ വളർത്തിയതുകൊണ്ടാ അവളുടെ മനസ്സില് പ്രസയ്ക്ക് ഇങ്ങനൊരു സ്ഥാനം ഉണ്ടായത്. എന്നിട്ടും നമ്മുടെ സങ്കടം ദൈവം കാണുന്നില്ലല്ലോ. ആദ്യം ഇവിടെ വരെ വന്നിട്ടും നമ്മളൊന്നും കാണാൻ പോലും തോന്നാതെ ഗിഫ്റ്റ് വെച്ചിട്ട് തിരിച്ചു പോവല്ലേ ചെയ്തത്. അവൻ വരും പ്രിയ. പ്രസ ആദിക്കുള്ള ഗിഫ്റ്റ് തുളസിയെ കൊണ്ട് കൊടുപ്പിച്ചതും തുളസിക്കുള്ള ഗിഫ്റ്റ് ആദിയെ കൊണ്ട് കൊടുപ്പിച്ചതും അവര് തമ്മില് ഒരടുപ്പമുണ്ടാക്കിയെടുക്കാൻ തന്നെയാ. രണ്ടുപേരുടെ ഈ പിറന്നാള് പുതിയൊരു തുടക്കമായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്കും കുറച്ച് പ്രതീക്ഷ തോന്നുന്നുണ്ട്. തുളസി നമ്മുടെ മുമ്പിൽ ആദിക്കെതിരെ പറയുമെങ്കിലേ അവൾക്ക് അവനോട് ഇഷ്ടമൊക്കെ തന്നെയാ. എത്ര ഒളിച്ചാലും എനിക്ക് അവളുടെ മനസ്സ് കാണാം. ശരിയപ്പച്ചി, ഇവളെന്താ ചാവാൻ ഇറങ്ങിയേക്കാണോ? എന്താടി, നിനക്ക് എന്ത് വേണം? ഒരിക്കൽ വണ്ടിക്കടി പെട്ടതൊന്നും പോരെ നിനക്ക്? ചൂടാവാതെ ദുർഗമ്മേ, ഈ വണ്ടി എന്നെ ഇടിക്കില്ലെന്ന് എനിക്കറിയാം. നിനക്ക് വെള്ളച്ചില് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ ജന്മദിനമായിട്ടും നിന്നെ പ്രസവിച്ചവളിങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കാണോ? അങ്ങനെ പറയാതെ. അമ്മമാരെല്ലാം ഒരുപോലെയല്ലേ? മക്കള് നന്നായിട്ട് വളരണമെന്ന് ഏതമ്മേ ആഗ്രഹിക്കും. നിനക്കിപ്പോ എന്ത് വേണം? നീ അത് പറ. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഇന്നെന്റെ മോന്റെ ബർത്ത്ഡേയാ. ഞാനും എന്റെ ബർത്ത്ഡേക്ക് ദുർഗമ്മയെ ക്ഷണിക്കാനാ വന്നത്. നിന്റെ ബർത്ത്ഡേക്ക് എന്നെ ക്ഷണിക്കാനോ? ഇത് പ്രതിപക്ഷത്തിന്റെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണല്ലോടി. അതെ, ആഗ്രഹിക്കാൻ ആർക്കും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പൊ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമായിട്ടാണ് നീ ഇറങ്ങിയതെന്ന് നിനക്ക് തന്നെ അറിയാം. തുളസി നടക്കുന്നതേ ആഗ്രഹിക്കൂ. ആഗ്രഹിച്ചാൽ നടത്തുകയും ചെയ്യും. എന്റെ മാമൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പകരം എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ ദുർഗാമ്മയെ മുഖ്യ അതിഥിയായി എത്തിക്കാന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് ഒട്ടിച്ചു. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലം ഡെക്കറേറ്റ് ചെയ്യണം. ആ ഗ്യാപ്പിലൂടെ വെക്കാം. ആ അച്ഛാ, ബലൂൺ കുറച്ചുകൂടെ വേണ്ടിവരും. ഇതുപോലുള്ള കാര്യത്തിൽ പിശുക്ക് കാട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെ, ഇന്ന് നിന്റെ ബർത്ത്ഡേയാ, കല്യാണമൊന്നുമല്ല. കല്യാണത്തിന് ഇവിടെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതൊക്കെ ചെറുക്കന്റെ വീട്ടിൽ മതി. ഞാൻ അങ്ങോട്ടല്ലേ പോണേ. ആ പിന്നെ
എന്നെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അതും സ്വർണം കൊണ്ട് തന്നെ വേണം. അപ്പോ നീ ഞങ്ങളെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവിടുന്ന് പോവും. അച്ഛനും അമ്മയ്ക്കും വേറെ മക്കളൊന്നും ഇല്ലല്ലോ. എന്റെ കല്യാണം സൂപ്പറായിട്ട് നടത്തിയിട്ട് നിങ്ങൾ കുത്തുവാളെടുത്താലും കുഴപ്പമൊന്നുമില്ല. അമ്പടിക്കേമി ഈ ആള് കൊള്ളാലോ. അല്ല, നിങ്ങൾ റെഡിയാവുന്നില്ലേ? ചീഫ് ഗസ്റ്റ് വരുമ്പോ ഈ വേഷത്തിലാണോ സ്വീകരിക്കുന്നേ? ഏത് ചീഫ് ഗസ്റ്റ്? നിന്റെ വാക്കും പഴയ ചാക്കും കണക്കാം. ഓ, ദുർഗേച്ചി. ഇവിടെ ദുർഗേച്ചി ഒന്നും വരാൻ പോകുന്നില്ല. അമ്മയും അച്ഛനും ആദ്യം പോയി റെഡിയാവ്. തുളസിയുടെ വാക്ക് പഴയ ചാക്കാണോ പുതിയ ചാക്കാണോ എന്നൊക്കെ നമുക്ക് എന്നിട്ട് നോക്കാം. നീ സീരിയസ് ആയിട്ട് തന്നെയാണോ മോളെ ഇപ്പഴും പറയുന്നേ? ദുർഗേച്ചി വരുവോ? വരൂ അച്ഛാ. ദുർഗമ്മ വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കില്ല. ഇതേ തുളസിയുടെ വാക്ക. വാ മക്കളെ, നമുക്ക് അകത്തോട്ട് പോവാം. തുളസിക്ക് മുന്നിൽ കീഴടങ്ങേണ്ട അവസ്ഥയാണല്ലോ. ബർത്ത്ഡേ ഫംഗ്ഷന് പോയ ആദ്യോടക്കം അതിന്റെ കാരണവും വിശദീകരിക്കേണ്ടി വരും. ആന്റി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, നിങ്ങള് കേക്കും സ്വീറ്റ്സ് ഒക്കെ കഴിച്ചില്ലല്ലേ? കഴിച്ചു ആന്റി. ആദിയുടെ അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ടാ ഈ ബർത്ത്ഡേക്ക് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചേ. പക്ഷെ തുളസി ഇത്തവണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിനി അങ്ങോട്ടേക്കാ. നിന്റെ ഒരു കാര്യം. എടാ, അവളുടെ കാര്യം എന്തിനാണ് ഇവിടെ പറയുന്നത്? അമ്മയ്ക്ക് തുളസി ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? സോറിടാ, ഞാൻ ഓർത്തില്ല. തുളസി എനിക്ക് ഇഷ്ടമല്ലെന്ന് വെച്ച് നിന്റെ അച്ഛന്റെ കുടുംബക്കാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ മുടക്കാറില്ല. നമസ്കാരം അപ്പച്ചി. നമസ്കാരം. നമസ്കാരം. വരൂ അപ്പച്ചി, അകത്തേക്ക് ഇരിക്കാം. ഇതിലെ ഈ പൂ നമുക്ക്, ഈ പൂ എനിക്ക്, ഇതെനിക്ക്. തുളസിമോളെ, എല്ലാവരും ഇങ്ങ് എത്തിയിട്ടുണ്ടല്ലോ. പിറന്നാൾ ആശംസകൾ തുളസി മോളെ. താങ്ക് യു വല്യമ്മച്ചി. അല്ല, വല്യപ്പച്ചി. അപ്പച്ചി ഇങ്ങോട്ട് ഇരുന്നോളൂ. ദുർഗേച്ചി വന്നിട്ട് നമുക്ക് ആരംഭിക്കാം. അവരെ ഉറപ്പായിട്ടും വരുമെന്ന് തുളസി പറയുന്നത്. വരുമായിരിക്കുമല്ലേ അപ്പച്ചി? ആ, അതെനിക്കങ്ങനെ അറിയാം. ദുർഗയുടെ കാര്യമല്ലേ, വന്നാ വന്നു. വരാതെ എവിടെ പോവാനാ? അപ്പച്ചി വന്നെങ്കി പുറകെ ദുർഗാമ്മയും വന്നിരിക്കും. വെള്ളാട്ട് ഇറങ്ങിയ അണിയറയിലെ തെയ്യം ഒരുങ്ങുന്നു എന്നല്ലേ അർത്ഥം. അമ്മേ, സുലു, വാ, അവൻ റെഡിയായി. അല്ല, ഇനി എന്താ താമസം? കേക്ക് മുറിച്ച് അവസാനിപ്പിച്ചൂടെ? കേക്ക് മുറിച്ച് അവസാനിപ്പിക്കുകയല്ല അപ്പച്ചി, കേക്ക് മുറിച്ച് തുടങ്ങുക. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മോളെ, ആദ്യം ദുർഗാമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേ. നിന്റെ
നിന്റെ മാമൻ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്ന നീ എന്താ ചെയ്യുന്നേ? ആ സ്ഥാനത്ത് ഇന്ന് വന്നത് ദുർഗാമ്മയാ. മോളെ അനുഗ്രഹിക്കണേ ദുർഗേച്ചി. ഇവളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവള് ക്ഷണിച്ചപ്പോ ദുർഗേച്ചി വന്നില്ലേ? നിന്റെ മകൾ എന്നെ ഭീഷണിപ്പെടുത്തി വരുത്തിയതാ, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല ദുർഗ. അനുഗ്രഹം വാങ്ങിക്കും മോളെ. അത് ആ നീ അവിടെ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇടയ്ക്ക് ജയനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഓ, ഞാൻ പ്രസാദേട്ടനൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചപ്പോ അതും പൊളിച്ചോ? അത് സാരമില്ല, ഞാൻ എന്റെ ആകാംക്ഷ കൊണ്ട് ഒന്ന് വിളിച്ചു ചോദിച്ച. എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ അല്ലേ? ആ, അവിടെയുള്ളവർക്കെല്ലാം ഭംഗിയായിട്ട് തോന്നിക്കാണും. പക്ഷേ എനിക്കവിടെ ഒരു ദുരനുഭവം ഉണ്ടായി. ദുരനുഭവം? അതെ, എന്നെ ലക്ഷ്യമിട്ട് ആരോ ഒരു കരിന്തേലിനെ അവിടെ കൊണ്ടിട്ടു. അയ്യോ, ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ സുലുവിനെ അത് കടിച്ചു. എന്നിട്ട് അവൾക്കൊല്ലം പറ്റിയോ? ഒന്നും പറയാറായിട്ടില്ല. മംഗളാപ്പച്ചി എന്തോ ഒറ്റമൂലി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതേ ഫലിക്കൂ. അലോപ്പതിയിലൊന്നും ഇതിന് മരുന്നില്ലെന്നാ അപ്പച്ചി പറയുന്നത്. ഇതൊക്കെ തീരുമാനിക്കാൻ അപ്പച്ചി ആരാ? നീ സുലുവിനെ വല്ല ഹോസ്പിറ്റലും കൊണ്ടുപോ. അപ്പച്ചിയുടെ ഒരു ഒറ്റമൂലി. പ്രസാദേട്ടൻ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച നിങ്ങളുടെ പെങ്ങടെ വീട്ടിൽ ഞാൻ പോയത്. അതിനുള്ളത് കിട്ടി. ഇപ്പൊ പ്രസാദേട്ടന് മനസ്സിലായില്ലേ ഞാൻ ആ കുടുംബത്തെ അകറ്റി നിർത്തുന്നത് എന്താന്ന്? അപ്പോ തേളിനെ അവര് കൊണ്ട് ഇട്ടതാണെന്നാണോ നീ പറയുന്നത്? നിങ്ങളുടെ പെങ്ങളും ഭർത്താവും അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവള് ചെയ്യും, തുളസി. അത് നീ മാത്രമേ പറയൂ. ആ ശ്രീകരത്തിന്റെ ജന്മദിനത്തില് ആശംസ അറിയിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതി. ശരി ദുർഗ, നീ ആ വീട്ടിൽ പോയതിന്റെ സന്തോഷത്തിലാ ഞാൻ വിളിച്ചത്. അതിപ്പോ ഇങ്ങനെയായി. എന്തായാലും ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. ആ ദുർഗേച്ചി പതുക്കെ. എന്റെ അപ്പച്ചി, ഈ പച്ചമരുന്ന് പുരട്ടിയതുകൊണ്ടൊക്കെ ആ തേളിന്റെ വിഷം എന്റെ ശരീരത്തിൽ നിന്ന് പോവോ? ആ, അതുകൊണ്ട് മാത്രം പോവില്ല. ദാ ഇതുകൂടി അങ്ങോട്ട് കുടിക്കേ. 3 ദിവസം 3 നേരം തുടർച്ചയായി ഇത് കുടിച്ചാ നിന്റെ മനസ്സിലെ വിഷം വരെ കഴുകിപ്പോ. ദേ അപ്പച്ചി, മനുഷ്യൻ ഇവിടെ പേടിച്ചിരിക്കുമ്പോ ഒരുമാതിരി ശവത്തെ കുത്തുന്ന കോമഡി പറയല്ലേ. എന്താ ഇത്? നീ അങ്ങോട്ട് കഴിക്കേ, എല്ലാം ശരിയാവും. കുടിച്ചോ. ഇത് എന്റെ അപ്പച്ചി ഇത് കാഞ്ഞിരം കലക്കിയതോ? ആ, വിഷം വിഷമേവ ശാന്തി. ആ, മുടി അങ്ങോട്ട്. സമയം കളയാതെ കണ്ണും പൂട്ടി ദൈവത്തെ വിചാരിച്ച് അങ്ങോട്ട് കഴിക്കേ. കുടിക്ക്. ഇല്ലെങ്കിലേ നിന്റെ ഈ രൂപം ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് മാറിപ്പോ. കുടിച്ചോ കുടിച്ചോ. എന്നാ ശരി. സുലുവിന് കൊടുത്ത മരുന്ന് അവളുടെ ശരീരം എടുക്കുന്നുണ്ടോന്ന് അറിയാനാ ഞാൻ ഇതുവരെ നിന്നത്. അതെന്തായാലും ഏറ്റു. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവൾക്കല്ലെങ്കിൽ ഒരുവിധം വിഷമൊന്നും ഏൽക്കില്ല. എന്നെ അലട്ടുന്ന പ്രശ്നം ഇപ്പോഴും തുളസി തന്നെ അപ്പച്ചി. എനിക്ക് അവളുടെ മുമ്പിൽ തോറ്റു മതിയായി. ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാതെ ദുർഗെ. തോൽക്കും തോറും ജയിക്കാനുള്ള വാശി കൂടണം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും പിന്മാറാതിരുന്ന അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. ഈ മംഗള ഇപ്പൊ നിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാ ദുർഗെ. എന്റെയും എന്റെ മകളുടെയും സ്വപ്നം തകർത്ത നിന്റെ ജീവിതം നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുളം തോണ്ടിക്കും.
മംഗളാപ്പച്ചിയാ ഇപ്പൊ എന്റെ ധൈര്യം. എല്ലാം നമുക്ക് അനുകൂലമായി വരൂ അപ്പച്ചി. എന്താ സംശയം? ഞാനില്ലേ മോളെ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരുന്നോ. നിന്റെ കയ്യിൽ വിജയ പതാക ഏൽപ്പിച്ചിട്ടേ അപ്പച്ചി യുദ്ധം അവസാനിപ്പിക്കൂ. എന്നാ അപ്പച്ചി ഇറങ്ങട്ടെ മോളെ. ശരി. ചിരിക്കുന്നോ? നാണോ ഇല്ലേ നിനക്ക് എന്റെ മുമ്പിൽ വന്നിങ്ങനെ വിളിക്കാൻ? വിഷജീവിയെ ഗിഫ്റ്റ് ബോക്സിലിട്ട് കൊണ്ടുവന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ടെക്നോളജി ആയിരിക്കും അല്ലേ? ഇങ്ങനെ ചീപ്പായും ക്രൂവലായും ഓരോന്നും ചെയ്യാൻ നിനക്ക് എങ്ങനെയാടാ കഴിയുന്നേ? തുളസി, നീ കരുതുന്ന പോലെ. ഞാൻ എന്ത് കരുതാണ്? എല്ലാരും കണ്ടതല്ലേ. തുളസി, നീ ദുർഗാമ്മയുടെ മകനാണെങ്കിലും അച്ഛന്റെ ഗുണം കുറച്ചെങ്കിലും കാണൂന്ന് കരുതി. പക്ഷെ ദേവമംഗലത്തേതായി നിനക്ക് കിട്ടിയതേ ആ മംഗളപ്പച്ചിയുടെ സ്വഭാവം. ദുർഗാമ്മയും മംഗളപ്പച്ചിയും ചേർന്നാൽ എന്താണോ അതാ ഇപ്പൊ നീ. തുളസി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇനി ഒന്നും പറയണ്ട. എന്റെ ജന്മനാളിൽ തന്നെ എനിക്ക് വിഷം തീണ്ടണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ? നിനക്ക് വേണ്ടിയല്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. ഇതിനായിരുന്നോടാ കുറച്ചുനാൾ സ്നേഹം നടിച്ച് നീ എന്റെ പുറകെ നടന്നത്? ദൈവദോഷം പറയില്ലേ തുളസി, ഞാൻ അങ്ങനെ ചെയ്യൂ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദയവായിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്ക്. വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. പിന്നെ എനിക്കിനി കാണുവും വേണ്ട. തുളസി പ്ലീസ്. നിന്റെ അമ്മയെ പോലെ നീയും തുളസിക്ക് നേരെ വിഷം ചീറ്റാൻ നടക്കുക. ഇത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പ്ലീസ് തുളസി, ഞാൻ പറയുന്നു. വേണ്ടെന്നല്ലേ പറഞ്ഞേ? തുളസി, മോളെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? നീ എവിടെ എന്തെടുക്കുക? ഞാൻ ചുമ്മാ ഫോണും നോയിക്കൊണ്ടിരിക്കുക. എന്താ പ്രിയമാകും ഞാൻ ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ലേ? അതെ, രാവിലെ തന്നെ ഫോണ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്റെ പ്രായത്തിൽ അമ്മയ്ക്ക് ഫോൺ കിട്ടാത്തതിന്റെ കുശുമ്പല്ലേ? ഒന്ന് പോടി അവിടുന്ന്. അതെ, അന്നും ഇന്നും ഇതിനോട് എനിക്ക് യാതൊരു ഭ്രമവും തോന്നിയിട്ടില്ല. ഞാനിത് അച്ഛന് കൊടുക്കട്ടെ. അച്ഛന്റെ യൂണിഫോം അയൺ ചെയ്യണം. അതുവരെ നീ അവിടെ നിൽക്ക്. കുക്കറിൽ 3 വിസിൽ വരുമ്പോ വാങ്ങി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതില് നല്ലത് ഞാൻ ജ്യൂസും കൊണ്ട് അച്ഛന് കൊടുക്കുന്നതല്ലേ? യൂണിഫോം ഞാൻ തന്നെ അയൺ ചെയ്യാം. അമ്മ അത് നോക്കിക്കോ. വേണ്ട വേണ്ട വേണ്ട, നീ കുറച്ചു സമയം അവിടെ പോയി നിന്നേ. നാളെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണ. ചെല്ലങ്ങോട്ട്. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ കുക്കറെ ഒന്ന് വേഗം വിസിലടിക്കേ.